മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം 2024 ജൂൺ 13 ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകയിരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. നവംബർ 28 വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും. കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2025 ഏപ്രിൽ 11 വരെ ഏകദേശം 7.25 മാസത്തോളം ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ 12 രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ ജനനസമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ധനുരാശിക്കാരുടെ 1ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. നിൽക്കുന്നത് 6ാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ്. 6ാം ഭാവം രോഗം, ഋണം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗുരു 6ൽ നിൽക്കുമ്പോൾ, അതും രോഹിണി നക്ഷത്രത്തിൽ, നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് നേരത്തെ മുതൽ രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. എങ്കിലും റെഗുലറായി മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല. ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതയുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും. അതിനാൽ ഓഫീസിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെയും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. ഗുരു 1ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലും വർധന ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ്. ഇത് കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കാവുന്നതാണ്. ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെക്കുറിച്ച് നല്ല ഇമേജ് ഉണ്ടാകുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി 12ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഉപരിപഠനത്തിനോ ഉദ്യോഗത്തിനോ വേണ്ടി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന് വിവാഹം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ധാർമ്മിക കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. 2ാം ഭാവം ധനം, നിക്ഷേപങ്ങൾ, കുടുംബം, വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും പ്രോപ്പർട്ടികളിലും മറ്റും നിക്ഷേപം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കും. ഈ സമയത്ത് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും. ഇതാണ് ഗുരു രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നമഃശിവായ മന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക, നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.